നോറി അവൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഷീസ് ഗോൺ ഹോം എന്നല്ലേ പറയാ. സോ ഇതിന്റെ സ്പെല്ലിംഗ് എന്താ വരുന്നത്? ഷീ അപ്പോസ്ട്രോഫി എസ് ആണ്. സോ ഈ സെന്റൻസിലൂടെ ഷീ ഈസ് ഗോൺ ഹോം എന്നാണോ അല്ലെങ്കിൽ ഷീ ഹാസ് ഗോൺ ഹോം ആണോ ഉദ്ദേശിക്കുന്നത്? ഷീ ഹാസ് ഗോൺ ഹോം. ഓക്കെ. സോ ഷീ ഈസ് ആണെങ്കിലും ഷീ ഹാസ് ആണെങ്കിലും സ്പെല്ലിംഗ് സെയിം ആണ്. ഷീ അപ്പോസ്ട്രോഫി എസ് ആണ് വരുന്നത്. സോ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സെന്റൻസിന്റെ ആ ഒരു ഗ്രാമർ അനുസരിച്ച് മാറും. സോ ആദ്യം അവൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഷീ ഹാസ് ഗോൺ ഹോം ആണ് വരുന്നത്. ഓക്കെ. ഇനി അവൻ വീട്ടിൽ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ആണ്. അപ്പൊ സെയിം തന്നെ വരെ ഹിസ് ഗോയിങ് ഹോം എന്നാ വരാ, പക്ഷെ അതിന്റെ ഫുൾ ഫോം ഹി ഈസ് ഗോയിങ് ഹോം എന്നാ വരാ. ഓക്കെ. ഹി ഈസ്, ഹി ഹാസ് അല്ല. ഓക്കെ. ഇനി അവൻ ബുക്കിൽ എഴുതുകയാണ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നോറിൻ ബുക്കിൽ എഴുതുകയാണ്. റൈറ്റ് നൗ എഴുതിക്കൊണ്ടിരിക്കുക, അങ്ങനെ പറയാം. നോറിൻസ് റൈറ്റിംഗ് ഇൻ ഹർ ബുക്ക്. ഓക്കെ. നോറിൻ അപ്പോസ്ട്രോഫി എസ്. ഓക്കെ. സ്പെല്ലിംഗ് അങ്ങനെയാണ് വരുന്നത്, പക്ഷെ ഈസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ. നോറിൻ is writing in her book. ഓക്കെ. ഇനി അവൾ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. She has brought lunch എന്ന് ഫുൾ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഷോർട്ട് ആക്കുകയാണെങ്കിൽ she's brought lunch. ഓക്കെ. അവിടെ ഷീ അപ്പോസ്ട്രോഫി എസിന് എന്താ വരുന്നത്? ഹാസ് ആണ് വരുന്നത്. ഓക്കെ. ഇനി അൽത്താഫ് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. അത് എങ്ങനെ നമ്മൾ പറയാ? അൽത്താഫ് sung many songs. അൽത്താഫ് apostrophe s sung many songs. ഓക്കെ. സോ അവിടെ അൽത്താഫ് ഈസ് ആണോ അല്ലെങ്കിൽ അൽത്താഫ് ഹാസ് ആണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.